ശാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവദിഭ്യാ നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത്പാതിദാക്ഷാത് ഗുരുഭവനപുരീഗന്ധഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 4-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. 4-ാമത്തെ ആഖ്യാത പരമാത്മന സ്വയമഹം വാക്യം തദാകർണ്യതാം. അഹം പരമാത്മന ആഖ്യാത. ബ്രഹ്മാവ് പറയണം. അഹം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഞാൻ. ആരാ? ഞാൻ ബ്രഹ്മാവ്. പരമാത്മന ആഖ്യാത. പരമാത്മാവാര? വിഷ്ണു തന്നെ, സംശയമൊന്നുമില്ലല്ലോ. ആ വിഷ്ണുവിനാൽ പറയപ്പെട്ട വാക്യം തദാകർണ്യതാം. പരമാത്മന ആഖ്യാത വാക്യം തദാകർണ്യത. നിങ്ങൾ കേട്ടുകൊള്ളുക. എന്താണ് പരമാത്മാവായിട്ടുള്ള വിഷ്ണു എന്നോട് പറഞ്ഞത്? അടുത്ത ശ്ലോകം. ജാനേ ദീനദശാമകം ദിവിശദാം ഭൂമേച്ച ഭീമേർനൃപേർ സ്തക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മന. ദേവ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാച്ചാവനൗ മത്സേവാർത്ഥം ഇതി ത്വദീയവചനം പാദോജഭൂരുജീവാൻ. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞ കാര്യം ബ്രഹ്മാവ് ബാക്കിയുള്ളവരോട് പറയുകയാണ്. ശിവനുണ്ട്, ദേവന്മാരുണ്ട്, ഭൂമി ദേവിയുണ്ട്. പശുവിൻ്റെ രൂപം സ്വീകരിച്ചിട്ടാണ് വന്നതുകൊണ്ടാണ് പശു എന്ന് വന്നത് പെട്ടെന്ന്. അങ്ങനെയുള്ള ഭൂമി ദേവിയുണ്ട്. ശിവൻ, ഭൂമി ദേവി, ദേവന്മാർ. അവരോട് ബ്രഹ്മാവ് പറയണം. ജാനേ ദീനദശാമഹം ദിവിശദാം. നിങ്ങളുടെ കഷ്ടാവസ്ഥ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ദേവന്മാർക്കും ഭൂമിദേവിക്കും വന്നിരിക്കുന്ന വിഷമം ഞാൻ അറിയുന്നു. ദിവിശദാം ഭൂമേഹേ ച ഭീമൈ നൃപൈഹി. ഭയങ്കരന്മാരായിരിക്കുന്ന രാജാക്കന്മാർ കാരണം കൊണ്ട്, ദുഷ്ടരാജാക്കന്മാർ, കംസൻ, ജരാസന്ധൻ മുതലായിരിക്കുന്ന ദുഷ്ടപ്രവണത ഉള്ളതായിട്ടുള്ള രാജാക്കന്മാരാൽ ദേവന്മാർക്കും ഭൂമിക്കും, ദിവിഷതാം എന്ന് പറഞ്ഞാൽ ദേവന്മാർ, ഭൂമിക്കും വന്ന കഷ്ടതകൾ. ഭീമൈ നൃപൈഹി ദിവിഷത ഭൂമേ. ദുഷ്ടരാജാക്കന്മാരാൽ ദേവന്മാർക്കും ഭൂമിക്കും വന്നുപെട്ടതായ ദീനദശാം, കഷ്ടാവസ്ഥ, ദീനാവസ്ഥ, അഹം ജാനേ, എനിക്ക് ബോധിച്ചു, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പരിഹാരവും ഉടനെ വരുന്നുണ്ട്, ഇതാ വരുന്നു. സ അഹം തക്ഷേപായ, ഞാൻ ആ ദുഷ്ടരാജാക്കന്മാരെ വധിക്കാനായിട്ട്, നിർമൂലനം ചെയ്യാനായിട്ട്, തക്ഷേപായ അവരെ തുടച്ച് നീക്കുക ഭൂമിയിൽ നിന്ന്. യാദവകുലേ സമഗ്രാത്മനാ ഭവാമി. യാദവകുലത്തിൽ പൂർണ്ണ സ്വരൂപത്തോടുകൂടി അവതരിക്കുന്നുണ്ട്, ജനിക്കുന്നുണ്ട്, വരാൻ പോകുന്ന കാര്യമാണ്. ഇവിടെ ഒരു വ്യത്യാസം മറ്റവതാരങ്ങളിൽ നിന്ന് എന്താ വെച്ചാൽ സമഗ്രാത്മനാന്ന് ഉണ്ട്. പൂർണ്ണ അവതാരമാണ് കൃഷ്ണാവതാരം. ഏതേതംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എല്ലാ അവതാരം പറഞ്ഞാൽ 10 അല്ല, 22, 24 കേട്ടോ. ഭാഗവതവും നാരായണീയ പ്രകാരം 10 അവതാരം, ദശാവതാരം അല്ല. അത് മനസ്സിലാക്കണം, ഓർമ്മിക്കും വേണം. 10-24 അവതാരങ്ങളിൽ എല്ലാം അംശമാണ്. ഏതൊഴികെ? കൃഷ്ണാവതാരം ഒഴികെ. അതിന് പ്രാധാന്യമുണ്ട്. സോഹം സമഗ്രാത്മന യാദവകുലേ ഭവാമി. യാദവകുലത്തിൽ ഞാൻ പൂർണ്ണ സ്വരൂപമായിട്ട് അവതരിക്കുന്നുണ്ട്. എന്താണ് പൂർണ്ണാവതാരം? ഇതിനെ അടുത്ത ഭാഗം നോക്കിയാൽ മനസ്സിലാവും. ദേവന്മാർ എൻ്റെ കൂടെ ഉണ്ടാവും. ദേവാംഗനകളുണ്ട്, ഗോപസ്ത്രീകളായിട്ട്. ദേവന്മാർ ഗോപന്മാരായിട്ടും ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായിട്ടും മത്സേവാർത്ഥം എന്നെ ആ അവതാര കാര്യത്തിൽ സഹായിക്കാനായിക്കൊണ്ട് അവനൗ ഭൂമിയിൽ, അവനി എന്ന് പറഞ്ഞ ഭൂമി, അവനൗ എന്ന ഭൂമിയിൽ വൃഷ്ണികുലേ കലയാഭവന്തു,
വൃഷ്ണികുലത്തിൽ അംശം കൊണ്ട് അവതരിക്കണം. അപ്പോൾ ദേവന്മാരൊക്കെ സ്വർഗലോകത്തില്ലാതിരിക്കുമോ? ഇല്ല, അവരവിടെ ഉണ്ടാവും. പക്ഷേ അവരുടെ അംശം കൊണ്ട് അപ്പോൾ അവിടെ ഒരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട് ദേവന്മാരായിട്ട്. ദേവന്മാർ ഇല്ലാണ്ടായാൽ പറ്റില്ല, സ്വർഗത്തിലേ ദൈവസ്ത്രീകളും ഇല്ലാണ്ടായാൽ പറ്റില്ല. അപ്പോൾ അവരവിടെ ഉണ്ട്. പക്ഷേ അവരുടെ ഒരംശം കൊണ്ട് അവിടെയും ഒരംശം കൊണ്ട് ഇവിടെ, അങ്ങനെയാണ് അവതാരം. അതാണ് ഈ അംശാവതാരത്തിൻ്റെ പ്രത്യേകത. ഒരു ഭാഗമേ ഉണ്ടാവുള്ളൂ ഇവിടെ അവതാരത്തിൽ, ഒരു ഭാഗം അവിടെ മൂലസ്ഥാനത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഇവിടെ മത്സേവാർത്ഥം അവനോ വൃഷ്ണികുലേ കലയാ ഭവന്തു, ഇവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അവതാരത്തെ ഞാൻ എടുക്കാൻ പോകുന്നു. ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗന. ദേവാംഗന, ദേവന്മാരും ദേവാംഗനമാരും കലയാ വൃഷ്ണികുലേ ഭവന്തു, കല കൊണ്ട് വൃഷ്ണികുലത്തിൽ ഭവിക്കട്ടെ. വൃഷ്ണികുലത്തിൽ അവനോ, ഭൂമിയിൽ ജനിക്കട്ടെ. ഭൂമിയിൽ വിഷ്ണുകുലത്തിൽ, ഭൂമിയിൽ എങ്ങനെ ജനിക്കണം? വിഷ്ണുകുലത്തിൽ ജനിക്കണം. എന്തിന്? മത്സേവാർത്ഥം, എൻ്റെ കൂടെ എന്നെ അവതാര കാര്യങ്ങളിൽ ചുറ്റും കൂടി സഹകരിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ. ഒരാൾ മാത്രം കൂടി അവതാരമാവില്ലല്ലോ, അവിടെ ഇവരൊക്കെ വേണം. ഇതി ത്വദീയ വചനം, അല്ലെ ഗുരുവായൂരപ്പ അങ്ങയുടെ അമൃത സമാനമായിട്ടുള്ള വചനം ആര് പറഞ്ഞു? പാദോജപൂരു ജീവാൻ ബ്രഹ്മദേവൻ എല്ലാവർക്കും കേൾക്കത്തക്ക വിധം പറഞ്ഞതോടുകൂടി അവർക്കൊക്കെ വലിയ സന്തോഷമായി. മധുരം, അമൃതം പോലെ മധുരമായിട്ടുള്ള ഭഗവത് വാക്യം ബ്രഹ്മദേവനിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. അതും എന്താ ആ വാക്യത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഭൂമിയിൽ വരിക, പിന്നെ ഇവിടെ വല്ല ദുഃഖം ഉണ്ടാവുമോ? ഭഗവാനുള്ളപ്പോൾ വല്ല ദുഃഖം ഉണ്ട്. പോയപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നമാണ് നോക്കൂ. ഭഗവാൻ ഇവിടെ ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ദുഃഖം ഉണ്ടാവില്ല. അപ്പോൾ വളരെ നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. കൃഷ്ണൻ ഇവിടെയൊക്കെ അവതരിക്കാൻ, ഇവിടെയൊക്കെ അവതാര കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം ഇവിടെ ഇതാ വരാൻ പോണു. അതുകൊണ്ട് നിങ്ങളുടെ വിഷമദശ ഞാൻ അറിഞ്ഞു. ജാനേ ദീനദശ അഹം തേ ദീനദശ ജാനേ ദിവിഷതാം ഭൂമേച്ച ഭീമേർ നൃപേ, ദുഷ്ടരാജാക്കന്മാരുടെയും ഭൂമിയുടെയും തക്ഷേപായ ഭവാമി യാദവകുലെ, അവരെ തുടച്ചു നീക്കാനായിക്കൊണ്ട് ഞാൻ യാദവകുലത്തിൽ സോഹം സമഗ്രാത്മന പൂർണ്ണ അവതാരത്തെ കൈക്കൊള്ളാൻ പോകുന്നുണ്ട്. ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗന ചാവനോ മത്സേവാർത്ഥം ഇതി ത്വദീയ വചനം പാദോജപൂരുജിവാൻ. വൃഷ്ടികുലത്തിൽ ദേവന്മാർ ഗോപന്മാരായിട്ടും കല കൊണ്ട് ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായിട്ടും എന്നെ സേവിക്കാനായിട്ട് അവതരിക്കും എന്ന ഭഗവത് വാക്യം പാദോജപൂ ബ്രഹ്മദേവൻ പറഞ്ഞു. ഇനി അവരുടെ റിയാക്ഷൻ, അത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തെ പറയുകയാണ്. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിത സ്വാന്തേഷീഷഗതേഷു താവക കൃപാപീയൂഷതൃപ്താത്മസു വിഖ്യാതേ മഥുരാപുരേ കില ഭവത്സന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാം ഉദവഗത് രാജാസശൂരാത്മജ. ഈശ കർണരസായനം തവ വചം ശ്രുത്വ, തവ കർണരസായനം വച ശ്രുത്വ. കർണത്തിന് ഇനി ഇതിലധികം മധുരമായിട്ടുള്ള വേറൊരു വാർത്തയില്ല. അത് കേട്ടിട്ട് തവ കർണരസായനം വച ശ്രുത്വ നിർവാപിതസ്വാന്തേഷു, മനം കുളിർത്തു, എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ വന്നാൽ ഇവിടെ യാതൊരു കഷ്ടവും ഉണ്ടാവില്ല. ഉറപ്പുള്ളൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ബാക്കി ആര് വന്നാലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയില്ലേ ഭരണ നേതാക്കളെ. എന്താ ചെയ്യണത്? പിന്നെയും നമുക്ക് കഷ്ടവും ദീനതയും ബാക്കി. ഇതങ്ങനെയല്ല. ഭഗവാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാൻ, അത് 100% പാലിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും നിർവാപിതസ്വാന്തേഷു, മനം കുളിർത്തു, അങ്ങയുടെ കാരുണ്യത്താൽ തൃപ്തിപ്പെട്ട മനസ്സോട് കൂടിയിട്ട് സ്വാന്തേഷു താവക കൃപാ പീയൂഷ തൃപ്പാത്മസു, ഭഗവാന്റെ കാരുണ്യമാകുന്ന അമൃതം ഇങ്ങോട്ട് ലഭിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം നമുക്ക് കിട്ടിയാൽ വല്ലാത്തൊരു അമൃതരസപ്രവാഹം ഉണ്ടാവുന്ന. എല്ലാവർക്കും എപ്പോഴും കിട്ടൂല്ല കേട്ടോ, എന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്താ മാനദണ്ഡം? ഗുരുവായൂരപ്പൻ എന്നെ അറിയുള്ളൂ. എന്താ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കിട്ടാൻ ചെയ്യേണ്ട ആർക്കറിയാം.
നമുക്കൊന്നും അറിയില്ല അതൊക്കെ രഹസ്യമല്ലേ. അതൊക്കെ പരസ്യമായ പിന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമില്ല അല്ലേ. എത്ര പ്രാവശ്യം ഭജിച്ചിട്ടാണ് ചിലർക്ക് ലേശം ഗുണം കിട്ടണത്, ചിലക്കോ ഭഗവാൻ കോരി കോരി കൊടുക്കണമുണ്ട് അല്ലേ. ഒക്കെ അതൊന്നും നമുക്ക് അതിൻ്റെ രഹസ്യങ്ങളൊന്നും അറിയില്ല. ഭാഗ്യം വേണം, ഉറപ്പാണ്. ഭാഗ്യമില്ലാത്തവർക്കൊന്നും കിട്ടില്ല. ഒരിക്കലും ആ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ ആ അമൃതസുഖം നമുക്ക് അനുഭവിക്കാറാവും. അങ്ങനെ ഒരു അവസ്ഥയാണത്. ഗുരുവായൂരപ്പൻ നമ്മുടെ നേരെ കടാക്ഷിച്ചു എന്നിങ്ങോട്ട് ഒരു പ്രതീതി വന്നാൽ പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല. അതൊരു അമൃതപ്രവാഹം തന്നെ. അത് ഇവർക്ക് കിട്ടി. നിർവാപിതസ്വാന്തേഷു താവക കൃപാപീയൂഷ തൃപ്താത്മസു, അങ്ങയുടെ കൃപയാകുന്ന അമൃതം സുഖം അനുഭവിച്ചു, സന്തോഷമായി. ഇനി ഇതിലധികം അവർക്കൊന്നും നേടാനില്ല എന്ന ഭാവേന സർവേഷു ഗതേഷു, എല്ലാവരും പാലാഴി തീരത്തിൽ നിന്ന് അവരവരുടെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുകയാണ്. ആനന്ദത്തോടു കൂടിയിട്ടുള്ള ആ ഒരു മനസ്സോടു കൂടിയിട്ട് പറയണം. മത്പിക്കാതെ മധുരാപുരേ, മധുരാപുരിയിൽ അപ്പം ഉണ്ടായിട്ടുള്ളൊരു സംഭവം എങ്ങനെയാണ് പറഞ്ഞത്. അവിടുത്തപ്പോഴേക്ക് അധികം താമസിയാതെ മധുരാപുരിയിലൊരു വിഖ്യാതേ മധുരാപുരി ഒരു സംഗതി ഉണ്ടായി. അതെന്താ? അത് വേറൊന്നുമല്ല, ശൂരാത്മജനായിട്ടുള്ള വസുദേവര് ദേവകനന്ദനാം ഉദവഹത്, ദേവകൻ്റെ പുത്രനായിരിക്കുന്ന ദേവകിയെ ഉദവഹത് കില വിവാഹം കഴിച്ചു. എന്താണ് മധുരയുടെ ഒരു പ്രത്യേകതയാണ്, വിശേഷണം ഭവത് സാന്നിധ്യ പുണ്യോത്തരേ. ഈ മധുരയിലാണ് ആര് ജനിക്കാൻ പോണത്? അത് ജനിച്ചിട്ടില്ലല്ലോ, കൃഷ്ണൻ ജനിക്കാൻ പോണത്. അപ്പം തന്നെ അതിൻ്റെ മഹാത്മ്യം എത്രയും ഉണ്ടാവണം. ബ്രഹ്മാവടക്കം ഭൂമിയോട് അസൂയപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം. ഭൂമി എന്നെ പോലെ ഭാഗ്യം ചെയ്തവരാരുമില്ല. കാരണം വൈകുണ്ഠത്തിൽ കൃഷ്ണാവതാരം ഉണ്ടായിട്ടില്ല, കൈലാസത്തിൽ കൃഷ്ണാവതാരം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഭൂലോകമായിട്ടുള്ള നിനക്കല്ലേ കിട്ടിയത്. അവതാരത്തിൽ സ്തുതിയിൽ ഭാഗവത്തിൽ പറയണം. ദേവകിയോടും പറയേണ്ട, ദേവകി ധന്യേണ ഭവതി. കൃഷ്ണൻ്റെ അമ്മ ആരാന്ന് ചോദിച്ചാൽ ഒറ്റത്തരേ ഉള്ളൂ, ശ്വത വളർത്തമ്മയാണ്. പ്രസവിക്കാനുള്ള ഭാഗ്യം 10 മാസം ചുവന്ന് പ്രസവിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ആരാ ചോദിച്ചാൽ ദേവകി. ഭവതിയെ പോലത്തെ ഭാഗ്യം ആർക്കാണ് ഉണ്ടാവുക? ഞാൻ കൃഷ്ണൻ്റെ അമ്മയാണ്, അഭിമാനത്തോടു കൂടി പറഞ്ഞൂടെ. ഇവിടെ പറയാണ്, ആ ഭവത് സാന്നിധ്യ പുണ്യോത്തരേ, കൃഷ്ണാവതാരം കൊണ്ട് ധന്യമായിട്ടുള്ള മധുരാപുരി. അതിന് ഇനി എന്താ വേറെ യോഗ്യത വേണ്ട? കൃഷ്ണാവതാരം ഉണ്ടായി ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇനി അതിലും ഇതൊരു യോഗ്യത വേണ്ടല്ലോ. ഭവത് സാന്നിധ്യ പുണ്യോത്തരേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് വളരെയേറെ പുണ്യലോകമായി മാറിയ, പുണ്യസ്ഥലമായി മാറിയ ആ മധുരയിൽ നടത്ത ഒരു വിശേഷണം കൊടുത്തിരിക്കുക. ഭവ സാന്നിധ്യ പുണ്യോത്തരേ, ഇനി അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വാങ്ങാൻ പോകുന്ന ആ മധുരയിൽ ശൂരസേന ആത്മജനായിട്ടുള്ള വസുദേവര് ദേവകൻ്റെ പുത്രിയെ ദേവകിയെ വിവാഹം കഴിച്ചു. അപ്പോൾ കംസൻ്റെ പുത്രൻ, കംസൻ്റെ അതായത് ശരിക്കുള്ള സഹോദരി അല്ല ഈ ദേവകി എന്നാണ്, നേരെ സഹോദരി അല്ല വരിക. ശൂരസേനൻ്റെ പുത്രനാണ് കംസൻ, പക്ഷേ ദേവകൻ്റെ പുത്രനാണ് ദേവകി. രണ്ടാളും വ്യത്യാസമുണ്ട്. ഒരച്ഛനല്ല എന്നർത്ഥം, രണ്ടച്ഛനാണ്. അങ്ങനെ ആ ദേവകിയെ വിവാഹം കഴിച്ചെങ്കിലും സഹോദരി എന്ന സ്നേഹം കൊണ്ട് അങ്ങനെ തന്നെയാണ് കണ്ടത് എന്ന് മാത്രം. ശൂരസേന ആത്മജനായിരിക്കുന്ന വസുദേവര് ഉഗ്രസേനൻ്റെ പുത്രനാണ് കേട്ടോ കംസൻ. ഉഗ്രസേനൻ്റെ പുത്രൻ ആണ് കംസൻ. ദേവകൻ്റെ പുത്രനാണ് ദേവകി. സോറി, നേരത്തെ പറഞ്ഞത് എന്താ പറഞ്ഞത് വേറെന്താണോ? അതല്ല, ശൂരസേനൻ്റെ പുത്രൻ ശൗരി വസുദേവരൊക്കെയാണ്. ഉഗ്രസേനൻ്റെ പുത്രനാണ് കംസൻ, ദേവകൻ്റെ പുത്രനാണ് ദേവകി. അപ്പോൾ രണ്ടാളുടെ മക്കളാണെങ്കിലും സഹോദരി സ്നേഹം വെച്ച് പുലർത്തി ദേവകിയെ കണ്ടു എന്ന് മാത്രം. ശൂരാത്മജസ്വരാജാധന്യാം ദേവകനന്ദനാം ഉദവഹത് കില, ആ വിവാഹം കഴിഞ്ഞു. എവിടെ നിങ്ങളുടെ അവതാര കാര്യങ്ങൾ വർണ്ണിക്കുകയാണ്. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപി തത്വാം ദേശീഷഗതേഷു താവക കൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ. മധുരയുടെ യോഗ്യതയാണത്. ഭവത് സാന്നിധ്യ പുണ്യോത്തരേ,
ധന്യാം ദേവകൻ്റെ പുത്രനായിരിക്കുന്ന ദേവകിയെ ശൂരാത്മജനായിട്ടുള്ള വസുദേവര് വിവാഹം കഴിച്ചു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.